അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിന്റെ പഠനം ഏറ്റവും വലിയ പ്രതിഫലം ഉള്ള ഒന്നാണ് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും, വല്ലവരും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്ത് ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാന്തി വർഷിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയുകയും ചെയ്യും. മാലാഖമാർ അവരെ അഥവാ മലക്കുകൾ അവരെ വലയം ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു തൻ്റെ സമീപമുള്ളവരോട് അവരെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറയുമെന്നും പിശാചുക്കൾ അവിടെ നിന്ന് വിരണ്ടോടുമെന്നും ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അവന്റെ ശിരസിൽ അണിയിക്കപ്പെടുന്നതാണ്. അവന്റെ മാതാപിതാക്കൾക്ക് 2 ജോഡി വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടും. ഐഹിക ലോകം മുഴുവൻ ചേർന്നാലും അവക്ക് തുല്യമാവുകയില്ല. അവർ ചോദിക്കും, എന്തിന്റെ പേരിലാണ് ഈ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് അണിയിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ പറയപ്പെടും, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താൽ. അപ്പോൾ മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളെ ഈ വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുന്നത് മൂലം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ ഓഫറാണിത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രത്തോളം സമ്പാദ്യങ്ങൾ ഈ ഭൂമി ലോകത്തിട്ടേച്ചു പോയിട്ട് നല്ല രീതിയിലുള്ള മക്കളെ നമ്മൾ വളർത്തിയെടുക്കാതിരിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനങ്ങളെ ഇട്ടേച്ച് പോവാതിരിക്കുകയും ചെയ്യുന്നത് മൂലം നമുക്ക് എത്ര കോടി പണമുണ്ടായിട്ടും അത് നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ആ മക്കൾ പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോയാലും പ്രതിഫലം നഷ്ടപ്പെടാത്ത രീതിയിൽ ആ മക്കളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മാർഗദർശനത്തിനായി അള്ളാഹു കനിഞ്ഞേകിയിട്ടുള്ള ദിവ്യബോധങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ അഥവാ കിതാബുല്ലാ എന്നാണ്. അതുപോലെ തന്നെ മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണത്. ഹുദല്ലിന്നാസ്, അതുപോലെ നൂറെന്ന് വെളിച്ചമെന്നും അതുപോലെ ദിക്ർ എന്നും റൂഹ് എന്നും ഒക്കെ അതിന് അർത്ഥമുണ്ട്. ഫുർഖാൻ എന്ന് മറ്റൊരർത്ഥമുണ്ട്, സത്യാസത്യ വിവേചന ഗ്രന്ഥം. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹഷ്റിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാം ഈ ഖുർആനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ ദൈവബലത്താൽ അത് പിളർന്ന് തകരുന്നത് നിശ്ചയമായി നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇത് ഒരു ഉദാഹരണം വിവരിച്ചിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഖുർആൻ നമ്മുടെ മനസ്സിലാണുള്ളത്, നമ്മുടെ കയ്യിലാണുള്ളത്. പക്ഷേ കയ്യിലുണ്ട്, ഷെൽഫിലുണ്ട്, പക്ഷേ ഹൃദയത്തിലേക്ക് അത് ചേർത്ത് വെച്ചുകൊണ്ട് അത് അമലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഖുർആൻ പഠിക്കുന്നുണ്ട്, പ്രവർത്തിപദത്തിലേക്ക് ഖുർആനിൻ്റെ അംശങ്ങൾ കാണാതിരിക്കുമ്പോൾ ആ ഖുർആൻ ഹിഫ്ലാക്കിയത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല. അതുകൊണ്ട് ആ ഖുർആനിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ നിന്ന് ഒന്നും തന്നെ ഹൃദയത്തിൽ ഇല്ലാത്തവൻ ശൂന്യമായ ഭവനം പോലെയാണ്. അങ്ങനെയുള്ള വീടുകളിൽ എന്തുണ്ടാകും? ആൾപ്പാർപ്പില്ലാത്ത വീടല്ലേ, അവിടെ ചിലന്തി ഉണ്ടാകും, ഇഴജന്തുക്കൾ ഉണ്ടാകും, ഉപദ്രവകാരിയായ മറ്റനേകം ജീവജാലങ്ങൾ കൂടുകെട്ടിയതുപോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളകങ്ങൾ നിറയെ പൈശാചികമായ ചിന്തകളായിരിക്കും. നന്മയിലേക്ക് കടന്നു പോകുവാനുള്ള താല്പര്യമില്ലാത്തവണ്ണം നമ്മുടെ മനസ്സ് നിർജീവമായിട്ടുണ്ടാകും എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ചില ആളുകളുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ആരാണ് അവര്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസ്സ. അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അവരാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാർ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനുശേഷം ഇറങ്ങിയ 10 സൂക്തങ്ങൾ പഠിക്കാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഖുർആൻ അവതീർണമായ ആ സന്ദർഭത്തിൽ സഹാബാ കിറാമുകൾ ഏതെല്ലാം തിന്മകളിൽ നിന്ന് എത്ര പെട്ടെന്നായിരുന്നു അവർ മാറി നിന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഖുർആനുണ്ട്. പക്ഷേ എന്നിട്ടും ആ ഖുർആനിനനുസൃതമല്ലാത്ത ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടകാരികളിലായിരിക്കും. അതുകൊണ്ട് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ അവഗണിച്ചു കളഞ്ഞാൽ അവനെ കണ്ണില്ലാത്തവനായിട്ട് നാം നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ചോദ്യമുണ്ട്, ഞാൻ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നുവല്ല ഭൂമിയിൽ നിന്ന്, ഇപ്പോൾ എന്തിനാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവനായി ഒരുമിച്ച് കൂട്ടിയത് എന്ന്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു, എൻ്റെ ആയത്തുകൾ നിനക്ക് ദുനിയാവിൽ നിന്ന് വന്നെത്തിയപ്പോൾ നീ അതിനെ അവഗണിച്ചു കളഞ്ഞു, നീ തിരിഞ്ഞു കളഞ്ഞു, നീ പരിഗണിച്ചില്ല. അതുകൊണ്ട് ഇന്നിതാ ഞാൻ നിന്നെയും വിസ്മരിച്ചിരിക്കുന്നു എന്നുള്ള മറുപടി കൊടുക്കുമെന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ നാം കാണുന്നുണ്ട് എങ്കിൽ അള്ളാഹു ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രവൃത്തിപഥത്തിൽ ഉൾക്കൊള്ളിക്കുന്ന സത്യവിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഖുർആൻ ഇമാമായിട്ട് നമ്മുടെ കൂടെ കടന്നു വരുവാനും ഖുർആൻ അനുകൂലമായി സാക്ഷിയായി തീരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.